ഹായ്, ഇറ്റ്സ് മീ ഷമീർ കോയ്സൻ ഫ്രം F&F Motorsports. അപ്പോൾ നമുക്ക് അടുത്ത മുതൽ വന്നിട്ടുണ്ട്. അപ്പം മുതൽ എന്ന് പറഞ്ഞാൽ പറയാം, ഇതൊരു 1.5 മുതൽ തന്നെയാണ്. ഫോർച്യൂണർ 2009 മോഡൽ ടൈപ്പ് 1 വണ്ടിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി വന്നിട്ട് നമുക്ക് 2009 മോഡൽ വണ്ടിയാണ്. വണ്ടി നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് നേരെ, കാരണം പുള്ളി ഉപയോഗിക്കാതെ നേരെ നമ്മളെടുത്താണ് ഈ വണ്ടി കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വന്നിട്ട് ടൈപ്പ് 1 ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് 2 വണ്ടി ടൈപ്പ് 2ലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് മാറുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ മാറുകയെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് ബോണറ്റാണ്. അപ്പോൾ ഫ്രണ്ട് ബോണറ്റ് മാറുമ്പോൾ തന്നെ ആ ഒരു ബോണറ്റിൻ്റെ കൂടെ ആ ഒരു ബോണറ്റ് സ്കൂപ്പും നമ്മൾ എന്ത് ചെയ്യും, മാറുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ഫ്രണ്ട് ഗ്രില്ല് കണ്ടോ, ഒരു വലിയ ടൈപ്പ് ഗ്രില്ലായിരുന്നു നമുക്ക് ടൈപ്പ് 1 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ മാറുന്നുണ്ട് ഫ്രണ്ട് ടൈപ്പ് 2 ഗ്രില്ല്. പിന്നീട് നമ്മുടെ ഹെഡ് ലാംപ്സ് പ്രൊജക്ടർ ടൈപ്പ് തന്നെയാണ്, പക്ഷേ ഷേപ്പിലും കാര്യങ്ങൾക്കും മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ് ലാംപ്സും നമുക്ക് മാറണം. പിന്നീട് നമ്മളെ ബമ്പർ വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബമ്പറും നമ്മൾ എന്ത് ചെയ്യും, മാറും. അതേപോലെ തന്നെ ബമ്പറിൽ വരുന്ന നമ്മൾ ആ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ഇതിൽ മാറുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലുക്കിൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബമ്പർ ബ്രാക്കറ്റും ഫ്രണ്ടിലെ സ്റ്റേ മാറാനുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ഫ്രണ്ടർ ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ റൈറ്റ് സൈഡും നമുക്ക് മാറണം. പിന്നീട് ഈ ഒരു മിറർ കണ്ടോ, ഈ ഒരു മിറർ നമുക്ക് ഫോർച്യൂണർ വരുന്നില്ല, നമുക്കിത് LC ടൈപ്പ് വണ്ടികൾ വരുന്നൊരു മിററാണ്. ഇത് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്, നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുത്താൽ നമ്മളല്ല മുമ്പ് വണ്ടിൻ്റെ ഓണറോ ഒറ്റ ചെയ്താവാം. അപ്പോൾ ഈ ഒരു മിറർ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് 2 കൺവേർട്ട് ചെയ്താലും ഈ ഒരു മിറർ നമ്മൾ ഒഴിവാക്കില്ല, ആ ഒരു മിറർ നമ്മളിതിൽ യൂസ് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിൽ ഇത്രയും കാര്യങ്ങളാണ് മാറാനുള്ളത്. അതായത് നമ്മൾ ആ ഒരു ടൈപ്പ് 4 ഇന്നോവയിൽ മാറുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫോർച്യൂണറിൽ മാറാനുള്ളത്. പിന്നീട് ഇവിടെ വന്നിട്ട് ചെറിയൊരു ക്ലാഡിങ് ഉണ്ട്, ചെറിയൊരു ബീഡിങ് പോലത്തെ. ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കിറ്റിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ ഈ വണ്ടിയിൽ മാറാനുള്ള സാധനങ്ങൾ. പിന്നീട് സൈഡിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ, സൈഡിൽ നമ്മൾ ക്രോംസ് വളരെയധികം ക്രോം പാർട്ടി വണ്ടിയിലുണ്ട്. ഇപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ കവറുണ്ട്, അതേപോലെ തന്നെ മിറർ, അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഡോർ ഹാൻഡിൽ, അതേപോലെ നമ്മളെ ഈ ഒരു ബീഡിങ് കണ്ടോ, ഈ ഡോർ ബീഡിങ്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ മൊത്തം നമ്മൾ ഗ്ലോസി ബ്ലാക്ക്, അതായത് നമ്മൾ എന്തായാലും ക്രോം ഡിലിറ്റി വണ്ടിയിൽ ചെയ്യും. പിന്നെ ഡോർ വൈസർ നമ്മൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പറിച്ച് ഒഴിവാക്കും കേട്ടോ, ഡോർ വൈസർ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കും. പിന്നീട് നമ്മളൊരു വീലാണ് കണ്ടോ, നമുക്ക് ആ ഒരു അലോയ്സ് വണ്ടിയിലുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ആ ഒരു അലോയ്സ് 17 ഇഞ്ച് അലോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു അലോയ്സ് നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക്, അല്ലെങ്കിൽ മാറുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതൊരു ബ്ലാക്കിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നീട് സൈഡിൽ വരുമ്പോൾ വേറെ മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, മെയിൻലി ക്രോം ഡിലീറ്റ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്താലും നമ്മൾ ഗ്രില്ലൊക്കെ മാറ്റം വരുത്തും കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഗ്രില്ലല്ല, ചിലപ്പോൾ നമ്മൾ ഗ്രില്ലിൽ മാറ്റം വരുത്തും. പിന്നെ സൈഡിൽ ഞാൻ പറഞ്ഞു ക്രോം ഡിലീറ്റ്. ഈ ഒരു കവർ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊട്ടക്ഷൻ കവറാണ്. അപ്പോൾ ഈ ഒരു കവർ നമ്മൾ എന്താക്കും, ചിലപ്പോൾ ഈ കവർ നമ്മൾ പാടെ ഒഴിവാക്കും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ഈ കവറും ചിലപ്പോൾ നമ്മൾ ബ്ലാക്ക് ആക്കാനും ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ബീഡിങ്ങും നമ്മൾ ബ്ലാക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സൈഡ് പോർഷനിൽ മാറ്റാനുള്ളത്. പിന്നീട് നമ്മുടെ വണ്ടി ഒരു ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിൽ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ സ്പോയിലർ മാറ്റുന്ന കാര്യം ഇപ്പോഴത്തെ ഇതിലില്ല. പിന്നീട് നമുക്ക് ആ ഒരു വൈപ്പർ നമ്മളിവിടെ നമ്മൾ മാറും, കാരണം കംപ്ലയിൻറ്റ് അതിനെ കൊണ്ടുള്ള അപ്ഡേഷനോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചേഞ്ച് ചെയ്യും. പിന്നീട് ഈ ഒരു ഇത് ക്രോമായിരുന്നു കേട്ടോ, അത് ബ്ലാക്കിലേക്ക് ആക്കിയതാണ്. അപ്പോൾ ഈ ക്രോം ഉണ്ട്, ഇത് നമ്മൾ മാറ്റും, ഇതുകൊണ്ട് ഡിക്കിപ്പറ്റി നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നീട് നമ്മൾ ടൈലാമ്പ് നമ്മൾ മാറുന്നുണ്ട്. അത് ആഫ്റ്റർ മാർക്കറ്റോ അല്ലെങ്കിൽ സ്റ്റോക്കല്ല, നമ്മൾ എന്തായാലും ആഫ്റ്റർ മാർക്കറ്റാണ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ സ്റ്റോക്കും ചെയ്യട്ടോ, അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കേട്ടോ. പിന്നീട് നമ്മൾ ബാക്ക് ബമ്പർ നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാറാനുള്ളത്. പിന്നീട് നമ്മൾ സ്കേർട്ടോ കാര്യങ്ങളോ ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ ചില മിക്കവാറും വണ്ടികൾ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മാറലുണ്ട്. അപ്പോൾ ഒരു വണ്ടിയിലും ചിലപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. കാരണം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളല്ല, ഒരുപാട് നല്ല കസ്റ്റമർ നമുക്ക് വർക്കിൻ്റെ ഇടയിൽ അതും കൂടി ചെയ്തോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ ചിലപ്പം ഇതിലും വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാക്ക് പോർഷനിൽ മാറ്റാനുള്ളത്. Say no last name.
നമ്മളാ ഒരു ഫോർച്യൂണറിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 1 ആയിരുന്നു, കണ്ടല്ലോ, ടൈപ്പ് 1 ആയിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്ക് നമ്മൾ മാറ്റുന്ന പാർട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. 2009 മുതൽ വണ്ടിയായിരുന്നു കേട്ടോ ടൈപ്പ് 1. അപ്പോൾ നമ്മൾ മാറ്റിയ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ആയി ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബോണറ്റ് മാറും, അതേപോലെ ഫ്രണ്ടേഴ്സ് മാറും, ബമ്പർ, ഗ്രില്ല്, ഹെഡ് ലാമ്പ്, അതേപോലെ ബോണറ്റ്, സ്കൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് മാറാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റിയ സാധനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ നമ്മൾ AGP ആണ്, ബോണറ്റും ഫ്രണ്ടറും അതേപോലെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ AGP ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ഗ്രില്ല് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലാണ്, സ്റ്റോക്ക് ഗ്രില്ലല്ല, ലെക്സസ് ടൈപ്പ് ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ആ ഒരു സെയിം ബോഡി കളർ, ആ ഒരു ബ്ലാക്ക് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നീട് ലൈറ്റ്സ് നോക്കുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ലൈൻ വരുന്നത് നമുക്ക് പാർക്കാണ്. അതുപോലെ ഒരു പ്രൊജക്ടറും ഒരു ഹൈ ബീമും ലോ ബീമും സെപ്പറേറ്റ് ആണ്. അത് ഫോർച്യൂണർ കമ്പനി അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ ഒരു വാഷർ ടോപ്പ് വരുന്നുണ്ട്. അതുപോലെ ഫോഗ് നമ്മൾ പഴയ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം കസ്റ്റമർ പറഞ്ഞത് മതി, ഇപ്പോൾ മാറ്റണം പറഞ്ഞു. പിന്നെ നമ്മളൊരു കസ്റ്റം നമ്പർ പ്ലേറ്റ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ. വണ്ടി ഫാൻസി 2442. അപ്പോൾ നമ്മൾ ആ ഒരു F&Fൻ്റെ ഒരു ബേഡ്ജിങ്ങും ആ ഒരു നമ്പർ പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അക്രലിക്കറാണ് നമ്പർ കേട്ടോ. കാരണം ലെറ്റേഴ്സ് വരുന്നൊരു നമ്പറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡ് പോർഷനിൽ വരികയാണെങ്കിൽ നമ്മളെ ഈ ഒരു ഡോർ വൈസർ ഫസ്റ്റ് നോക്കാൻ ഡോർ വൈസറാണ്. ഇതൊരു ഗ്ലാസ് ഫിനിഷ് ആയിരുന്നു, എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് നമ്മൾ റീപെയിൻറ്റ് ചെയ്താട്ടോ. ഇത് കംപ്ലീറ്റ് കാരണം നമുക്ക് പൊട്ടാതെ നല്ല രീതിയിൽ കിട്ടിയപ്പോൾ നമ്മൾ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വീതി നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളത് ഒരു ബോഡി കളർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അലോയ്സ് ആണ്. അലോയ്സ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് ടൈപ്പ് 1ൻ്റെ തന്നെ സ്റ്റോക്ക് അലോയ്സ് ആണ്. അപ്പോൾ നമ്മൾ അതും ഒന്ന് ബ്ലാക്ക്, ആ ഒരു ഗ്ലോസി ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു വണ്ടി നമ്മൾ ഫുൾ പെയിൻറ്റിങ് ചെയ്തില്ല കേട്ടോ. കാരണം മാറുന്ന പാർട്സ് മാത്രം. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ബോണറ്റ്, ഫ്രണ്ടർ, ബമ്പേഴ്സ്, അതേപോലെ തന്നെ റിയർ നോക്കുകയാണെങ്കിൽ ബാക്ക് ബമ്പർ മാത്രം. അപ്പോൾ പെയിൻറ്റിങ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു പാർട്സ്, അതേപോലെ ഹാൻഡിൽ, അതേപോലെ നമ്മളെ ഈ ഒരു റെയില്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് നമ്മൾ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ ആട്ടോ. ബാക്ക് പോർഷൻ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പ് 2ൻ്റെ റിയർ ബമ്പർ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ DR നമ്മളൊരു മാട്രിക്സ് ടൈപ്പ് ആട്ടോ, കണ്ടോ, ആ ഒരു സ്കാനിങ് ടൈപ്പാണ്. കാരണം പാർക്ക്, ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ബ്രേക്ക് 3 ഫംഗ്ഷൻ വരുന്ന ആ ഒരു DR നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ടൈലാമ്പ് ആട്ടോ. ടൈലാമ്പ് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് BMW ടൈപ്പ് ആഫ്റ്റർ മാർക്കറ്റ് റെഡിലാണ് നമ്മൾ ചെയ്യുക. കാരണം ബ്ലാക്ക് വണ്ടിക്ക് റെഡാണ് ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവുക. പിന്നീട് നമ്മളൊരു ലോഗോ ഉണ്ടോ, ടൊയോട്ടോ ഫോർച്യൂണർ, ആ ബാഡ്ജിങ് നമ്മൾ ബ്ലാക്കിലേക്ക് ചെയ്തു. അതേപോലെ തന്നെ ക്രോം പട്ടി ഉണ്ടോ, ആ ഫോർച്യൂണറുള്ള ആ ക്രോം പട്ടി നമ്മൾ ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ബോഡി കളറിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ലോഗോ. അതുപോലെ നമ്പർ പ്ലേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കസ്റ്റമൈസ്ഡ് നമ്പർ പ്ലേറ്റ്സ് ആണ് ബാക്കിലും ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ നമ്മൾ ബാക്ക് പോർഷനിൽ വരുത്തിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 1 വണ്ടിനെ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ്, ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പ്, അതേപോലെ തന്നെ നമ്മളൊരു ഗ്രില്ല്, നമ്മളൊരു ലെക്സസ് ടൈപ്പ് ഗ്രില്ല് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്രോം ലൈറ്റ്, ബാക്ക് നോക്കുകയാണെങ്കിൽ ക്രോം ലൈറ്റ്, അലോയ് വീൽ പെയിൻറ്റിങ്, അതേപോലെ ആ ഡോർ വൈസർ നമ്മളൊന്ന് സ്പെഷ്യലായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചാണ് നമ്മളെ വീഡിയോ എന്താകുന്നത്, നമ്മളൊക്കെ മാറ്റങ്ങൾ വരുന്നത്. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.